ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബട്ടർഫ്ലൈ വ്ളോഗ്സ്. ഗൈസ്, അപ്പോൾ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്ന് പറഞ്ഞാൽ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന പുളിശ്ശേരി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ സ്പെഷ്യൽ ഐറ്റംസോ വേറെ കറികളോ ഒന്നും തന്നെ വേണ്ട. ആ പുളിശ്ശേരി മാത്രം വെച്ച് ഞാൻ ചോറ് കഴിക്കും. അപ്പോൾ അമ്മയുടെ ഈ സ്പെഷ്യൽ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിൻ്റെ ഹാഫും ഒരു ചെറിയ പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ കുക്കറിലിട്ട് 3 വിസിലേക്കുന്നവരെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു ചെറിയ പീസ് വെളുത്തുള്ളി, കുറച്ച് ജീരകം, 1/2 കപ്പ് തേങ്ങ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ കാണുന്നൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി അതിനുശേഷം ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച ഈ പൈനാപ്പിളിലോട്ട് 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പുളിക്കുള്ള തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ സ്റ്റെപ്പ് കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് കടുക് താളിക്കലാണ്. ഇപ്പോൾ ഒരു ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുകിട്ടു, അതുപോലെ ഒരു ചെറിയ പീസ് ഉള്ളിയുടെ അരിഞ്ഞിട്ടു. ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ പുളിശ്ശേരി റെഡി. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബൈ ബൈ ഗായ്സ്, താങ്ക് യു.